നമ്മളിന്ന് പറശ്ശിനിക്കടവ് പോയിനെ. അപ്പോൾ അവിടെയുള്ള ഹൗസ് ബോട്ടിൽ മക്കൾ പറഞ്ഞിട്ട് അങ്ങനെ കയറി തന്നെ. മക്കളും ഭാര്യ എന്നാ പറയുന്നത്, അതുപോലെ തുള്ളലാണ് എൻ്റെ പണി. എവിടെ പോയാലും മക്കൾക്ക് എൻജോയ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യലുണ്ട്. ഇതുപോലെ കറങ്ങാൻ പോകുന്ന ചില ദിവസം ഞാൻ എന്തെങ്കിലും ചിന്തിച്ചിട്ട് അധികം മിണ്ടൂല. ഞാൻ മിണ്ടിയിട്ടില്ലെങ്കിണ്ടല്ല അന്ന് മക്കളും മൂഡ് ഓഫാന്ന്, മമ്മി മൂഡ് ഓഫാന്ന്, എല്ലാവരും മൂഡ് ഓഫാന്ന്. ശരിക്കും പറയല്ല, നമ്മളാണ് അവരെ സന്തോഷം. നമ്മൾ ആക്റ്റീവ് അല്ലെങ്കിൽ അവരും ആക്റ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ ഞാനിതുപോലെ പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തമാശ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും, എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെ കുടുംബത്തിൻ്റെ സന്തോഷവും ദുഃഖവും എല്ലാം തീരുമാനിക്കേണ്ടത് നമ്മൾ ഭർത്താക്കന്മാരാണ്. അപ്പം നമ്മൾ എത്രത്തോളം ആക്റ്റീവ് ആകുന്നോ അതുപോലെ നമ്മുടെ ഭാര്യയും മക്കളും ആക്റ്റീവ് ആകും. അപ്പോൾ നമ്മുടെ കയ്യിലാണ് എല്ലാം. ഈ മോന്തായം വളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം എന്ന് പറഞ്ഞ പോലെയാണ് അവസ്ഥ. നമ്മളൊന്ന് മൂഡ് ഓഫായ പിന്നെ ബാക്കിയെല്ലാം പോയി. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഉണ്ടല്ല, മൂഡ് ഓഫ് ആണെങ്കിലും ഞാൻ നല്ല ആക്റ്റീവായിട്ട് അഭിനയിക്കും. കാരണം അതെൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ സന്തോഷത്തിന് നമ്മൾ ഭർത്താക്കന്മാർ എന്നും മുൻകൈ എടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. സന്തോഷം വരാൻ ഭാര്യ മക്കളെ കൂട്ടി കറങ്ങൊന്നും വേണ്ട കേട്ടാ. ഞാൻ വീട്ടിലെങ്കിലും ഇങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും കളിയും ചിരിയും ഒച്ചപ്പാടലാക്കിയിട്ട് അങ്ങനെ ഫുൾ ടൈം ആക്റ്റീവ് ആക്കി വെക്കുവേ. അതുകൊണ്ട് തന്നെ ഞാൻ ഷോപ്പ് കൂട്ടി വരാൻ വേണ്ടിയിട്ടല്ല, മക്കളും കാത്തിക്കും ഭാര്യയും കാത്തിക്കും. ഞാൻ ഷോപ്പ് കൂട്ടി എത്തുമ്പോഴത്തേക്ക് ഇതാ ഓടി വരും എൻ്റെ മക്കളൊക്കെ. സന്തോഷം എന്ന് പറയുന്ന സാധനമോ നമ്മൾ ഭർത്താക്കന്മാരിനെ ഉണ്ടാക്കണം. കാരണം നമ്മൾ വിചാരിച്ചാൽ വീട്ടിൽ സന്തോഷമുണ്ട്, നമ്മൾ വിചാരിച്ചില്ലെങ്കിൽ വീട്ടിൽ സന്തോഷമില്ല. അപ്പം എന്താ, അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കുക. നമ്മളെത്ര മൂഡ് ഓഫ് ആണെങ്കിലും അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ല, നമ്മളെ ഭാര്യയും മക്കളും സന്തോഷമാവും. അവരെ സന്തോഷം കാണുന്നുണ്ടല്ല, നമ്മളെ മൂഡ് ഓഫും പോവും, നമ്മളും സന്തോഷമാവും, വീട് മൊത്തം അങ്ങ് സന്തോഷമാവും.